നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ചർച്ചയ്ക്ക് ഉള്ളത് സോണി കല്ലറയ്ക്കലാണ്. സോണി, MA ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നു. CPM-ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? എന്താണ് അതിനെപ്പറ്റി സോണിക്ക് പറയാനുള്ളത്? ഈ MA ബേബി CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയെന്ന് വാർത്ത വന്ന ശേഷം അതിനെപ്പറ്റി ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം അതിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്ക് ആ കമന്റുകളിലൂടെ അത് തുടങ്ങാമെന്നോ? തീർച്ചയായിട്ടും. നമുക്ക് ആദ്യം ആ കമന്റ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ട് വന്നിരിക്കുന്ന 32 കമന്റുകളാണ്. അപ്പോൾ നമുക്ക് ആ കമന്റുകളിലേക്കൊന്ന് പോകാം. അപ്പോൾ ആദ്യം ഒരു മോശം കമന്റാണ്, അത് നമ്മളിപ്പോൾ ലാസ്റ്റ് വായിക്കാം. കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി, അതിലെന്ത് ആണ് പുതുമ സാറേ? കേരളത്തിന് അഭിമാനമോ? ഹൗ? PB ഓഫീസിന് AKG സെന്ററിൽ ഒരു റൂം കൊടുക്കൂ. 1% വോട്ടുള്ള പാർട്ടിയെ സെക്രട്ടറി ആരായാൽ മലയാളിക്ക് എന്താണ് സാർ? ബേബി വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിണറായി വിജയന്റെ അഴിമതി അദ്ദേഹത്തിന് നിർത്താൻ പറ്റുമോ? ആര് വേണേലും സെക്രട്ടറിയോ ഖജാൻജിയോ ഒക്കെ അയക്കൂ. പക്ഷെങ്കിൽ പാർട്ടിയുടെ ഉടമസ്ഥൻ, അതായത് മുതലാളി ഞമ്മ തന്നെ, സ്വന്തം പിണറായി ഒപ്പ്. മലയാളികളല്ലാതെ ആരാണ് PB-യിലുള്ളത്? ഇനിയിപ്പോൾ PB എന്ന് പറഞ്ഞ് ഡൽഹിയിലൊന്നും പോവേണ്ടല്ലോ. ആഗോള തീവ്ര മുതലാളിമാർ ഇനി ഭയക്കണം. പ്രൈം നന്ദകുമാറിന് ചിലതൊക്കെ പറയാനുണ്ടാവും, ഉടനെ അത് കേൾക്കാം. 1% വോട്ട് മാത്രമുള്ള ഈ പാർട്ടിക്ക് GS ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനത്തിന് പ്രശ്നമല്ല. കഷ്ടം, കേരളത്തിൽ ഒതുക്കിയത് നന്നായി. ഇനി കേരള PB. പാലസ്തീൻ അനുകൂലികൾക്ക് വോട്ടില്ല. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് ഞങ്ങൾ കാണിച്ചു തരും. BA പാസ്സാകാതെ MA-കാരനായ ബേബി. കുറച്ചു കാലം കൂടി മിനുങ്ങിക്കത്താനുള്ള ഇന്ധനം. മനോരമ വാർത്തയെ അടിസ്ഥാനമാക്കി എന്ന് കൂടി കാച്ചണം കേട്ടോ. INDA മുന്നണി ഒരു കൊമേഡിയൻ മുന്നണിയായി. അപ്പോൾ CPM-ന്റെ കാര്യം ഒരു തീരുമാനമായി. ഇനി ഒരു ജനറൽ സെക്രട്ടറി പാർട്ടിക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഹമാസ് മെമ്പർഷിപ്പ് എടുത്ത ഇവരാണോ അഭിമാനം? ബേബി നമ്പർ 1 വേസ്. കോൺഗ്രസിന് കിട്ടുന്ന ക്രിസ്ത്യൻ വോട്ട് അടിച്ചു മാറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം. എങ്കിൽ സൂപ്പർ ഐഡിയ ആണ്. കോൺഗ്രസ് മുക്ത കേരള കംപ്ലീറ്റ് ആകും. ബേബി എന്ത് കാര്യം? വെറും കേഡൽ പാർട്ടിക്ക് ഹമാസ് നേതാവായി തന്നെ ഇരിക്കും. ചിന്തകൾ ഉണരും. ഇപ്പം കമന്റുകൾ വന്നോണ്ടിരിപ്പുണ്ട്. ഒരു മോശം കമന്റ് ഉണ്ട്, അത് ഞങ്ങൾ വായിക്കാതിരുന്നതാണ്. അതായത് നമ്മൾ കമന്റ് ഇടുന്ന ആളിനോട് ബാക്കി ചിലത് കമന്റുകൾ വിഴുങ്ങി എന്ന് പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ വായിക്കാം. കക്കൂസ് മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവർ ആരായാൽ ജനത്തിന് എന്താണ്? കമന്റുകളുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ CPM-ന് ഉയർച്ച ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കേണ്ടത്. ഇത്തരം മോശമായ കമന്റ് ഇടുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു കമന്റ് അതിനകത്തൊന്നും വിഴുങ്ങിയെന്ന് വേണ്ട ഉദ്ദേശിച്ച് ഞങ്ങൾ മൊത്തം വായിച്ചത്. അപ്പോൾ സോണി ബാക്കി പറയുന്നതിന് നമ്മളിപ്പം ഹർകിഷൻ സുർജിത് സിംഗ് ബർണാലയും ഒക്കെ ഇരുന്ന സ്ഥാനത്ത് മലയാളി വന്നിരിക്കുന്നു CPM-ന്റെ ദേശീയ സെക്രട്ടറി ആയിട്ട്. EMS-ന് ശേഷമൊന്നും അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിന് ശേഷമൊന്നും നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പം പാർട്ടിയുടെ സ്ഥിതി എന്താണ്? കാരണം ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ ശക്തമായിരുന്ന പാർട്ടിയാണ് CPM എന്ന് ഓർക്കണം. ഈ 3 സ്റ്റേറ്റുകൾ, ഇപ്പം കേരളം ഉൾപ്പെടെ 3 സ്റ്റേറ്റുകളിൽ വളരെ ശക്തവും ഭരണവും ഒക്കെ നിലനിർത്തി പോകുന്ന പാർട്ടിക്ക് ഇന്ന് ഭരണം കേരളത്തിൽ മാത്രമായി ചുരുങ്ങേണ്ടി വന്നു. ആ ഒരു അവസ്ഥയാണ് ഇന്നായിരിക്കുന്നത്. VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയാണ് ഇപ്പം CPM-ന്റെ ദേശീയ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് പാർട്ടി ചുരുങ്ങി. പ്രത്യേകിച്ച് ഒരു മലയാളിയായിട്ട്, അല്ലെങ്കിൽ അച്യുതാനന്ദന്റെ കാലത്ത് ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്ന ഒരു MA ബേബിയെ പോലുള്ള ഒരാള് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കിന് പാർട്ടിയുടെ ഒരു വളർച്ചയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇനി കേരളത്തിൽ കമന്റുകൾ വായിച്ച പോലെ കേരള പോളിറ്റ് ബ്യൂറോ ആയി CPM മാറിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇപ്പം പിണറായി വിജയൻ CPM-ൽ ശക്തനാണ്. പിണറായി വിജയൻ അപ്പുറം വേറെ എന്തെങ്കിലും ഒരു തീരുമാനം പാർട്ടിയിൽ നടക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാണേണ്ടത്. അങ്ങനെ ഒരു ആശങ്ക അതിനകത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഇദ്ദേഹത്തിന് അഴിമതി ഉണ്ടെങ്കിൽ അത് നേരിടാനായിട്ട് ബേബിക്ക് കഴിയുമോ? മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്ന ഒരാളായിട്ട് ബേബി മാറുമോ? അതോ ബേബിക്ക് ഒരു തിരുത്തൽ ശക്തിയായിട്ട് യഥാർത്ഥ പോളിറ്റ് ബ്യൂറോ, യഥാർത്ഥ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു ഒരു സന്ദേഹം ആ കമന്റിലുണ്ട്. അതുപോലെ തന്നെ വേറൊരു സന്ദേഹം കൂടെ പറയുന്നുണ്ട്. BJP ഇപ്പം ക്രിസ്ത്യൻ പ്രീണനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ വോട്ടുകൾ മാക്സിമം BJPക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ CPM ഇപ്പോൾ അതേ പാത പിന്തുടരുകയാണോ എന്നുള്ളൊരു സന്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഇനിയിപ്പം വൈകാതെ തന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കുമ്പോഴത്തേക്കിന് വൈകാതെ തന്നെ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസ് മുക്ത കേരളം ഇവിടെ നടപ്പാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കമന്റും കൂടെ നമ്മൾ കണ്ടു. അതും ഒരു സാധ്യതയില്ലേ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക്? MA ബേബി പോലുള്ള ഒരാൾ ക്രിസ്ത്യൻ ആയിട്ടുള്ള വ്യക്തിയെ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് ഉയർത്തി കാണിക്കുന്നു. ഇങ്ങനെ കാലത്തൊന്നും ഇവർക്കിപ്പോൾ അത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത കാര്യമുണ്ട്. കാരണം വഖഫ് ബോർഡിൽ എല്ലാവരുടെയും കൈ പൊള്ളിയിരിക്കുകയാണ്. കാരണം
വഖഫ് ബോർഡിൽ ക്രിസ്ത്യൻ സമൂഹം പലതവണ ഉന്നയിച്ച ഒരു പ്രശ്നത്തിൽ അവര് ആരോടൊപ്പം നിന്നു. 20 MP-മാരും ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നൊരു സഭയൊക്കെ വിളിച്ചു പറയുക, വിരുദ്ധമായിട്ട് അവിടെ പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യനായിട്ടുള്ള ഒരാള് തീർച്ചയായിട്ടും പോളിറ്റ് ബ്യൂറോയുടെ അല്ലെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറി, CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് അത്ഭുതമൊന്നുമല്ല. കാരണം അത് എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. അല്ല, ഇപ്പം CPM എതിർത്ത് വോട്ട് ചെയ്തെന്ന് പറയാൻ പറ്റുന്നില്ല, അവർ വിട്ടു നിൽക്കുവായിരുന്നല്ലോ ചെയ്തിരുന്നത്. കൂടാതെ തന്നെ ആ LDF-ൽ തന്നെ ഒരു ഘടകകക്ഷിയായിട്ട് നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗം പിന്തുണയ്ക്കുകയും ചെയ്തതായിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. എന്നിട്ട് ജോസ് കെ മാണിക്കെതിരെ ആക്ഷൻ എടുത്തിട്ടില്ല. പക്ഷേ ഇതൊരു വലിയൊരു വാർത്തയാക്കാനും ഒരു മാധ്യമങ്ങളും തയ്യാറായിട്ടുമില്ല. പ്രത്യേകിച്ച് LDF എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഊതിപ്പെരിപ്പിക്കുന്നതാണ്. സ്വന്തം ഘടകകക്ഷിയായ ജോസ് കെ മാണി വിഭാഗം ബിഷപ്പുമാരുടെയൊക്കെ ആഹ്വാനം കേട്ട് വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് നിലപാടെടുത്തത് ഒരു വലിയൊരു പ്രചാരമൊന്നും CPM കൊടുക്കുന്നു, അതിന് പ്രതിഷേധം എടുക്കുന്നു ഒന്നും കണ്ടില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് BJP-യുടെ വഴിയെ CPM സഞ്ചരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്രിസ്ത്യൻ വോട്ടുകൾ മാക്സിമം കളക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ BJP-യുടെ വഴിയെ സഞ്ചരിക്കുന്നതാണ്, കോൺഗ്രസിന്റെ വഴി എങ്ങനെയാ? അല്ല, BJP-യുടെ വഴി. BJP ഹിന്ദുസിന്റെ വോട്ട് സമാഹരിക്കാനും ക്രിസ്ത്യൻസിന്റെ വോട്ട് സമാഹരിക്കാനും ശ്രമിക്കുമ്പോൾ അവരും ക്രിസ്ത്യൻസിന്റെ വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് കമന്റ് കണ്ടത്. അതായത് കോൺഗ്രസ് മുക്ത കേരളം, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP ചിന്തിക്കുമ്പോൾ കോൺഗ്രസ് മുക്ത കേരളം എന്ന് ആണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ ആ രീതിയിലേക്കാണ് ക്രിസ്ത്യൻ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മൾ MA ബേബിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കമന്റുകളൊക്കെ വന്നു. കമന്റുകളിൽ എല്ലാവരും അനുകൂലിക്കുന്നവർ തന്നെ അല്ലല്ലോ കമന്റ് ഇടുന്നത്. ഈ വായിക്കുന്നവന് പെട്ടെന്ന് ദേഷ്യം തോന്നുന്നിടത്താണല്ലോ കമന്റ് ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തോന്നിയാൽ ഒരു ലാൽ സലാം എഴുതാൻ ആരും അതിനകത്ത് കണ്ടില്ല. അപ്പോൾ ഒരു വിരുദ്ധമായ ഉള്ള ആൾക്കാരാണ് അതിനകത്ത് കയറി കമന്റ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ MA ബേബിക്ക് ലാൽ സലാം അങ്ങനെ ഒരു സംഭവമാണ് അവിടെ വരേണ്ടത്. അങ്ങനെ വന്നില്ല, ഒരു കമന്റുകളും നമ്മൾ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കമന്റുകളെ നമ്മൾ അങ്ങനെ ബേസ് ചെയ്യേണ്ട. പക്ഷെ MA ബേബി എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം ഇല്ലേ? അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സേവനങ്ങളൊക്കെ വിലപ്പെട്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഒരു വ്യക്തിപരമായി അദ്ദേഹം ശരിക്കും ഒരു ചിന്തകനാണ്. ഈ പറയുന്ന പോലെ തന്നെ ചിന്തകനാണ്, വാഗ്മിയാണ്, പാണ്ഡിത്യമുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും. CPM-ന് ഇന്നത്തെ സ്ഥിതിയിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയും കൂടിയാണ് MA ബേബി. അത് തർക്കമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ക്രൈം നന്ദകുമാറിൻ്റെ ഒരു കാര്യവും പറയുന്നുണ്ട്. കാരണം പല വിവാദ വിഷയങ്ങളിലും MA ബേബി ക്ലിയർ പോലുള്ള കേസിനകത്ത് പുള്ളിയുടെ പേര് വലിച്ചടയ്ക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് സത്യമോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ, നല്ല പ്രാസംഗികൻ എന്ന നിലയിലൊക്കെ അദ്ദേഹത്തിന് അങ്ങനെ 2ാം തരമോ 3ാം തരമോ ഒന്നും ആക്കാൻ പറ്റുന്നതല്ല. 1ാം തരം തന്നെ ആക്കി വെക്കേണ്ടി. അല്ല, ഇന്നത്തെ CPM സീനിയർ നേതാക്കന്മാർ 1ാം തരം തന്നെയാണ്. അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ച് തോറ്റ MK പ്രേമേന്ദ്രനോട് തോറ്റൊരു ചരിത്രമൊക്കെ ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് ആദ്യം നഷ്ടപ്പെടുന്നത് MA ബേബിയിലൂടെയാണ്. കാരണം പ്രേമേന്ദ്രൻ അവിടെ ജയിക്കുന്നത്. അതെ, അത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പം MA ബേബിയിലൂടെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചായിരുന്നു. കൊല്ലം പാർലമെന്റ് സീറ്റ് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോഴും നടന്നില്ല. പ്രേമേന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതാണ് കണ്ടത്. പിന്നെ കുണ്ട്ര മണ്ഡലത്തില് വളരെ കാലം നിയമസഭാ പ്രതിയായിട്ടിരുന്ന വ്യക്തിയാണ് MA ബേബി. പിന്നെ ജനകീയനാണ്, പിന്നെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണ്, പിന്നെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് ഒരു ക്രൈസ്തവ ഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നേതാവ് വരുന്നത് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു പാരമ്പര്യം CPM-നില്ല. ഈ ബ്രാഹ്മിൺസിനാണ് പ്രാധാന്യം കൊടുത്തതെന്ന് പറഞ്ഞൊരു പരാതി പണ്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. കാരണം അങ്ങനെ ബ്രാഹ്മിൺസിനെ തന്നെ കൊണ്ടിരുന്നു. അതിനകത്ത് നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ ആള് തന്നെ ആ ഭാഗത്ത് ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. വൃന്ദക്കാരായിട്ട് വരുമെന്നൊക്കെ കേട്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു വനിതയെ പരിഗണിക്കുന്ന CPM-ന് താല്പര്യമില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇത് മലയാളത്തിലേക്ക് മാത്രം ചുരുങ്ങിയോ എന്നുള്ളതാണ് പുറത്തു വരുന്ന സംശയം. പക്ഷേ ഈ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെയുള്ള CPM-ന്റെ വളർച്ചയ്ക്ക്, CPM-നെ വീണ്ടും വളർത്തിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമോ, അതൊക്കെ എത്രമാത്രം ഫലവത്താക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് അവരുടെ ശരിയായിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. അല്ലാതെ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് എല്ലാ ഭാഷകളും വഴങ്ങുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്രമാത്രം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പൊ ബംഗാൾ പോയ ശേഷം, കാരണം 40 വർഷത്തോളം തുടർച്ചയായിട്ട് ഭരിച്ചതാണ് പശ്ചിമ ബംഗാൾ. ആ ബംഗാൾ പോയ ശേഷം ഒരു സെക്രട്ടറിക്ക് പോലും ഇന്നേ വരെ ആ പശ്ചിമ ബംഗാളിനെ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞാൽ ത്രിപുരയും പാർട്ടി അണികളിൽ മറ്റുള്ള പാർട്ടികളിലേക്ക് ഒഴുകുന്ന കാണുന്നത്. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ വളർന്നു തന്നെ CPM-ൽ നിന്നാണ് കൂടുതൽ അണികൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. മമതാ ബാനർജി അവിടെ ഒരു സുപ്രഭാതത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കുന്നതും പിടിയുന്ന താഴ്ച വളരുന്നതും ഒക്കെ. പക്ഷെ ആ അണികളെ ഒന്നും തിരിച്ചു കൊണ്ടുവരാനായിട്ട് പാർട്ടി സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ദേശീയ തലത്തിൽ തന്നെ ഒഴിഞ്ഞുപോയ സഖാക്കളെയൊക്കെ തിരിച്ച് എത്രമാത്രം കൊണ്ടുവരാനായിട്ട് എത്രമാത്രം ബേബി സഖാവിന് കഴിയുമെന്നാണ് നോക്കിക്കാണുന്നത്. അതിന് പറ്റുമോ? അതാണ് ഇനി CPM-ഉള്ള ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. പിന്നെ ഒപ്പം തന്നെ പിണറായി വിജയനെ പോലുള്ള ഒരാളെ
അദ്ദേഹത്തെ എടുക്കുന്ന തീരുമാനങ്ങളെ എങ്ങനെ നയപരമായി നേർക്ക് നിന്ന് സംവദിക്കാൻ സാധിക്കുമെന്നുള്ളതും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് MABBയെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. അദ്ദേഹത്തിന് അതിനുള്ള കഴിവ് ഉണ്ടാകട്ടെ. EMSനും പ്രകാശ് കാരാട്ടിനും ശേഷം ആ കസേരയിൽ ഇരിക്കാൻ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് യോഗ്യത കിട്ടിയിരിക്കുന്നു, അംഗീകാരം കിട്ടിയിരിക്കുന്നു. അത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ. ഇനി അപവാദങ്ങളുടെ ഒരു പരിമഴയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ വാരിപ്പൂശാനായിട്ട് ആൾക്കാർ ഇറങ്ങും. പക്ഷേ അതൊന്നും കണക്ക് കൂട്ടാതെ സ്വന്തം ഉദ്യമത്തിൽ ഉറച്ചു നിന്ന് നന്നായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് ബേബിയെ പറ്റി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹമൊക്കെ നമ്മൾ നടത്തിയത് കണ്ടായിരുന്നു. വളരെ ലഘുവായിട്ട് വിവാഹം നടത്തിയിരുന്നു. അത് ഒരു മതത്തെയും കൂട്ടുപിടിച്ചുകൊണ്ടല്ല, അത് കമ്മ്യൂണിസ്റ്റ് രീതിയിൽ തന്നെയായിരുന്നു ആ വിവാഹം നടത്തിയത്. വളരെ ലളിതമായിട്ട്, വലിയ ആഘോഷങ്ങളൊന്നും അവിടെ കണ്ടില്ല. ഒരു മന്ത്രിയായിരുന്ന വ്യക്തിയാണ് MABB. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വ്യക്തിപരമായി അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം നല്ലൊരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. അത് മകന്റെ ഭാഗമൊക്കെ വളരെയേറെ വാർത്തകൾ വന്നിരുന്നതാണ്. അപ്പൊ നല്ലൊരു നേതാവ്, CPMന് പറ്റുന്നൊരു ദേശീയ സേനാ സെക്രട്ടറി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ പിണറായി വിജയന്റെ നയവുമായിട്ട് എത്രമാത്രം ഒത്തുപോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോക്കിക്കാണേണ്ടതൊക്കെ. അദ്ദേഹത്തിന് ഈ കസേരയിലേക്ക് കൊണ്ടുവരുന്നതിൽ പിണറായി വിജയന് ശക്തമായ പങ്കില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തായിരിക്കുമല്ലോ അദ്ദേഹം ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പം പെട്ടെന്നൊന്നും ഭരണത്തിൽ ഇടപെട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അച്യുതാനന്ദൻ ഇരുന്നപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അന്നൊക്കെ നല്ല തിരുത്തൽ ശക്തിയായിട്ട് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് AKG സെൻറ്ററിൽ നിന്ന് നോട്ടീസ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ കാലമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ AKG സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഒരു ലെറ്റർ അവിടേക്ക് ചെന്നാൽ നടപ്പാകും എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഈ ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടി ഓഫീസുകളുടെ വാടക പോലും കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിലെ CPMന്റെ വിയർപ്പാണ്, അവർ നടത്തുന്ന അധ്വാനമാണ്, അവർ പിരിക്കുന്ന കാശാണ് എന്ന് അവിടെയൊക്കെ പാർട്ടി ഓഫീസുകൾ ചലിക്കുന്നത്, ഇലക്ട്രിസിറ്റി ബില്ലുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തഴഞ്ഞുകൊണ്ട്, കേരളത്തിലെ CPMനെ തഴഞ്ഞുകൊണ്ട്, കേരളത്തിലെ ഭരണത്തിലൊക്കെ ആവശ്യമില്ലാതെ കൈയിട്ട് ഇളക്കി ഒരു നാശമുണ്ടാക്കാനായിട്ട്, ഒരു മോശമായൊരു അന്തരീക്ഷം ഉണ്ടാക്കാനായി MABB ശ്രമിക്കും എന്ന് തോന്നുന്നില്ല. എന്തായാലും പാർട്ടിയുടെ CPM ഇന്ത്യയിൽ ആവശ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കാൻ പാടില്ലാത്തതാണ്. അത് കേരളത്തിൽ ശക്തമായി നിൽക്കേണ്ടതാണ്. അത് മനസ്സിലാക്കി അതിന് ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അത് ശക്തമായി ഒരു ചെറിയ കക്ഷിയായിട്ടെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുന്ന ശക്തിയായിട്ട് വളർത്താൻ MABBക്ക് കഴിയട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. വേറൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.